പി ജയരാജൻ LDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൈമാറിയത്. പിയുടെ രാജിയിൽ CPM സംസ്ഥാന സമിതി അന്തിമ തീരുമാനം എടുക്കും. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ശനിയാഴ്ച നടക്കുന്ന CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യാനിരിക്കെയാണ് പിയുടെ രാജി. സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ചു. രാജി കൊടുത്തതിനു ശേഷമാണ് മടക്കം. ഇടതുമുന്നണിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഈ സാഹചര്യത്തിലാണ് രാജി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഈ വിഷയം ഇന്ന് വരുന്നത് കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം രാജി നൽകിയത്. പിയെ മാറ്റണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാടെടുത്ു. പിക്ക് പകരം TP രാമകൃഷ്ണനെ ഇടതു കൺവീനർ ആക്കാനാണ് ഗോവിന്ദന്റെ നീക്കം. എന്നാൽ AK ബാലന് ഒപ്പമാണ് പിണറായി. ഈ വിഷയത്തിലും CPMൽ ഭിന്നതയുണ്ട്. ഈ സാഹചര്യത്തിൽ ആരാകും അടുത്ത ഇടതു കൺവീനർ എന്നത് നിർണായകമാണ്. ചില അപ്രതീക്ഷിത മുഖങ്ങൾ ഇടതു കൺവീനർ ആകാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്നും പി ഇനി കുറച്ചുകാലം മാറി നിൽക്കുമെന്നാണ് സൂചന. സംസ്ഥാന സമിതിക്ക് കാക്കാതെ പി ജയരാജൻ കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമാണ് പി പ്രതികരിച്ചത്. കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി പരിപാടികളോ പൊതുപരിപാടികളോ പി ജയരാജനില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ പിക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ്. സംസ്ഥാന സമിതിക്ക് നടപടി നിർദ്ദേശിക്കാൻ സാഹചര്യമുണ്ട്. ഈയൊരു സാഹചര്യം തിരിച്ചറിഞ്ഞാണ് പിയുടെ രാജി നൽകൽ. തനിക്കെതിരായ ആരോപണങ്ങളിലെ ചർച്ചകൾ തന്റെ സാന്നിധ്യത്തിൽ വേണ്ടെന്നുകൂടി കരുതിയാകണം പി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയതെന്നാണ് സൂചന. പിക്ക് ഇനി രാഷ്ട്രീയ വനവാസകാലമാകും CPM നൽകുക എന്നാണ് വിലയിരുത്തൽ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമായിരുന്നു. പി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്. ഞാനും ജാവദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇതിൽ പിയുടെ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. MV ഗോവിന്ദൻ ഉറച്ച നിലപാടും എടുത്തു. അതേസമയം CPM രാജ്യ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്. അതിനു മുൻപായി പാർട്ടിയിലെ അച്ചടക്ക നടപടികൾ പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സമ്മതിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിയിച്ചത്. LDF കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് പി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശരിവച്ചതോടെ പിയുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമായി. ജാഗ്രത കുറവാണ് പിക്ക് വിനയായത്. ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യില്ലെന്നാണ് പി അന്നു നൽകിയ വിശദീകരണം. ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവദേക്കർ. എന്റെ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നു കണ്ടു പരിചയപ്പെട്ടു. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ തീർന്നു. ഈ കൂടിക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളച്ചൊടിച്ചത്. K സുധാകരനും ശോഭാ സുരേന്ദ്രനും 4 മാധ്യമപ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.